ൊപ്പാണ് പഠിച്ചത് 8th സൈലം എന്നുള്ള 10th ഒരു സീരിയസ്നെസ് ഒക്കെ ഉണ്ടാകും. ഓഫ്ലൈൻ ഓൺലൈൻ എന്തെങ്കിലും പോകണം. ഞാൻ ലൈവ് ഒന്നും കണ്ടിട്ടില്ല. സത്യം ഞാൻ വന്നപ്പോൾ എൻ്റെ പൂനെ മാർക്കിന്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഏറ്റവും ഹൈ നിന്ന 6ന് മേലെ ഒരു മാർക്കും എൻ്റെ പോയിട്ടില്ല. അപ്പൊ ഇങ്ങനെല്ലാം കൂടി തീർക്കാൻ ടീച്ചേഴ്സ്മാരെ ഞെട്ടിച്ചത് എന്താണെന്ന് വെച്ചാൽ എനിക്കൊന്നും പഠിച്ചിട്ടില്ല. കുറവ് മാർക്കായിരുന്നു എനിക്ക് കിട്ടിയത്. Hi guys, welcome back to my channel. This is me, Jahanara Shahjahan. And ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ എന്താ പറയുക സൈലത്തിലുള്ള എൻ്റെ ഒരു വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസ്. ഞാൻ കഴിഞ്ഞ വർഷം 10th ഫുള്ള് ഞാൻ സൈലത്തിൻ്റെ ഒപ്പമാണ് പഠിച്ചതും. സൈലത്തിൻ്റെ അസ്ത്ര ബാച്ചിലുണ്ടായിരുന്നു ഞാൻ. 10th ഫസ്റ്റ് മുതൽ ആ ക്ലാസ് തുടങ്ങിയപ്പോൾ ആ ഒരു മുതൽ ലാസ്റ്റ് വരെ ഞാൻ സൈലം തന്നെയാണ് കണ്ടത്. വേറെ അങ്ങനെ പ്ലാറ്റ്ഫോമിലേക്കൊന്നും ഞാൻ അങ്ങനെ പോയില്ലായിരുന്നു. അപ്പോൾ ആ ഒരു വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസ്, സൈലത്തിലേക്ക് എങ്ങനെ എത്തിയെന്നും സൈലത്തിൻ്റെ ആ ഒരു വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസ് എല്ലാമാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഒരു 8th ഒക്കെ പഠിക്കുമ്പോഴാണ് ഞാൻ സൈലം എന്നുള്ള ഒരു പേര് ഞാൻ കേൾക്കുന്നത്. എൻ്റെ 7th 6th ഒക്കെ എൻ്റെ കൊറോണ ബാച്ചായിരുന്നു. കൊറോണ ബാച്ചൊക്കെ ആയപ്പോൾ നമുക്കറിയാലോ, കൂടുതൽ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിലാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓഫ്ലൈൻ ക്ലാസ് അങ്ങനെ കിട്ടില്ല. പിന്നെ കിട്ടിയാലും എനിക്കെന്തോ കൂടുതൽ ഓൺലൈൻ ക്ലാസ്സിനോടായിരുന്നു ഇഷ്ടം. അപ്പം ഞാനിങ്ങനെ 8th സൈലം എന്നുള്ള പേര് ഫ്രണ്ട്സ് വഴി തന്നെ കേട്ട്. ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നല്ല ക്ലാസ്സാണ്, നല്ല എനർജിയിലാണ് സാറുമാരും മിസ്സുമാരൊക്കെ എടുക്കുന്നത്, നല്ല ക്വാളിറ്റി എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞു തന്നെ. എന്നൊക്കെ കേട്ടപ്പോൾ എനിക്കെന്തോ എന്തായാലും ഒന്ന് കണ്ടു നോക്കാന്നുള്ള ഒരു മൈൻഡായി. അങ്ങനെ പോയി വീട്ടിൽ പോയിരുന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം അത്രയ്ക്ക് എനർജിയിലാണ് യൂട്യൂബിൽ ക്ലാസ് എടുക്കുന്നത്. ബാച്ചിലർ അങ്ങനെ തന്നെ യൂട്യൂബിൽ ഫസ്റ്റ് കണ്ടപ്പോൾ അത്രയ്ക്ക് എനർജിയിലാണ്, ഭയങ്കര എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതിന്. അങ്ങനെയൊക്കെ കണ്ടപ്പോൾ എനിക്കിഷ്ടമായി. ഓക്കെ, എന്തായാലും 8th എന്തായാലും അവസാനിക്കാറായ ടൈമാണ് ഞാൻ കണ്ടത്. എങ്കിൽ പിന്നെ 9th ഞാൻ യൂട്യൂബിൽ തന്നെ ക്ലാസ് കണ്ടത്. ഞാൻ പുറത്തൊന്നും പോയി അങ്ങനെ കണ്ടില്ലായിരുന്നു. പുറത്ത് പോയി ഓഫ്ലൈൻ ക്ലാസ്സിനോടൊന്നും പോയില്ലായിരുന്നു. 9th 8th ഞാൻ സൈലത്തിൽ യൂട്യൂബ് ക്ലാസ്സിലായിരുന്നു കണ്ടു. അങ്ങനെ സൈലം 10th ഒക്കെ ഞാൻ കയറി. 10th ഒക്കെ ആ ഒരു ഫസ്റ്റൊക്കെ എന്താ പറയുക 10th ആ ഒരു സീരിയസ്നെസ് ഒക്കെ ഉണ്ടാകും. കാരണം എല്ലാവരും 10th ആണ്, നന്നായിട്ട് പഠിക്കണം അങ്ങനെയൊക്കെ ഉണ്ട്. 9th ഒക്കെ ആകുമ്പോഴേക്കും പറഞ്ഞു തുടങ്ങി. അപ്പം എന്തായാലും ഒരു ട്യൂഷൻ എന്തായാലും പോകണം. ഓഫ്ലൈൻ ഓൺലൈൻ എന്തെങ്കിലും പോകണം എന്ന് ഉണ്ടാവുമല്ലോ. 10 ഒക്കെ തുടങ്ങുമ്പോൾ എല്ലാവരും അങ്ങനെ ആയിരിക്കും, ഒരു സീരിയസ്നെസ് ഒക്കെ ഉണ്ടാവും തുടങ്ങുമ്പോൾ. അങ്ങനെ ഒരു ഉഷാറൊക്കെ ഉണ്ടാകും. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു സൈലത്തിൽ തന്നെ എന്തായാലും ചേരാം, നല്ല ക്ലാസ്സൊക്കെ ചെയ്യാമല്ലോ, യൂട്യൂബിൽ അങ്ങനെയൊക്കെ നല്ല ക്ലാസ്സൊക്കെ ചെയ്യാമല്ലോ, ചേർന്ന് ബാച്ചിൽ അങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ അങ്ങനെ അത് വിചാരിച്ച് ഞാനിങ്ങനെ കയറി. ഞാനൊരു മെയ്യൊക്കെ ആയപ്പോഴാണ് ഞാൻ കയറിയത്. മെയ് 15, 12 ആ ഒരു ടൈമൊക്കെ ഞാൻ കയറിയത്. കറക്റ്റ് ടൈമില്ല, ആ ഒരു ടൈമൊക്കെ ഞാൻ കയറിയപ്പോൾ തന്നെ കുറേ ക്ലാസ് എനിക്ക് പെൻഡിങ് ആക്ച്വലി ഉണ്ടായിരുന്നു. അവരെനിക്ക് തോന്നുന്നു ഒരു ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ലാസ്റ്റൊക്കെ ആയപ്പോഴേ ക്ലാസ് തുടങ്ങിയെന്ന് തോന്നുന്നു. അത്യാവശ്യം ക്ലാസ് എനിക്ക് കാണാനുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മാസം മെയ് ഫുള്ള് എനിക്ക് അങ്ങനെ പോയി. കാരണം പെൻഡിങ്ങുള്ള ആ ക്ലാസ്സും കാണാണ്ട്, എന്നാൽ അപ്പം എടുക്കുന്ന ക്ലാസ്സും കാണാണ്ട്. അപ്പോൾ ഇനി ആരെങ്കിലും ചേരാൻ നിൽക്കുകയാണെങ്കിൽ കറക്റ്റ് അവർ പറയുന്ന ആ ദിവസം തന്നെ ചേരാം കേട്ടോ. അവരെപ്പോഴും തുടങ്ങുന്ന ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് യൂട്യൂബിൽ ഒരു വീഡിയോ ഒക്കെ ഉണ്ടാവും. ഇന്ന ദിവസം ക്ലാസ് അത്രയിൽ സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ അവർ പറയാറൊക്കെ ഉണ്ട്. +1 ഒക്കെ പറഞ്ഞിട്ടുണ്ട് നാളെ +1 തുടങ്ങണമെന്ന്. അപ്പോൾ അവരുടെ ആ ഒരു കറക്റ്റ് ഡേറ്റ് നിങ്ങൾ ചേരുവാണെങ്കിൽ അന്ന് തന്നെ ചേരാൻ നോക്കാം. അങ്ങനെ അവരുടെ ക്ലാസ്സൊക്കെ കണ്ട് കറക്റ്റായിട്ട് അവർ ഇപ്പോൾ ഞാൻ ലൈവ് ഒന്നും കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ലൈവ് ഒന്നും കണ്ടിട്ടില്ല. ഞാൻ ഇപ്പോൾ ഇന്നലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴാണ് ലൈവൊക്കെ ഉള്ളത്. 7 മണി ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ ലൈവുള്ള. അപ്പോൾ ആ ഒരു ടൈമിൽ ലൈവ് നടക്കുകയാണെങ്കിൽ ഞാൻ ലൈവ് കാണില്ല. ഞാൻ അത് പിറ്റേ ദിവസം ഒരു ഉച്ചയ്ക്ക് ആവണേന് ഒക്കെ ആ ഒരു ടൈമൊക്കെ ഞാൻ ആ ക്ലാസ് കണ്ടില്ല. അങ്ങനെയൊക്കെയാണ് ഞാൻ ഒന്നും കണ്ടില്ലെങ്കിലും ഞാൻ പിറ്റേ ദിവസം നല്ല ഡീറ്റെയിൽ ആയിട്ടൊക്കെ തന്നെ എന്താ പറയുക എക്സ്പ്ലനേഷനൊക്കെ എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കി അങ്ങനെയൊക്കെ കറക്റ്റായിട്ട് ഞാൻ പോയിരുന്നത്. അങ്ങനെ ഒരു ഓൺ എക്സാം വന്നപ്പോഴും അവരുടെ ക്ലാസ്സൊക്കെ ഞാൻ ഫസ്റ്റ് മുതലേ ഞാൻ കണ്ടിട്ടുണ്ടായി.
പിന്നെ അവർ തന്നെ ടെസ്റ്റ് പേപ്പറൊക്കെ ഉണ്ടാവുമല്ലോ, ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ ടെസ്റ്റ് പേപ്പറൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ കറക്റ്റായിട്ട് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഞാൻ പോയത്. ഓൺ എക്സാം വന്നപ്പോൾ എൻ്റെ പൊന്നെ, എൻ്റെ എന്താ പറയുക, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. വീട്ടുകാരും ഞാനെല്ലാം ഭയങ്കര ഹാപ്പിയായിരുന്നു. കാരണം അത്രയ്ക്ക് മാർക്കിൻ്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, 9th ആ ഒരു മാർക്കിനെക്കാട്ടും കുറേ ഹൈയിലേക്ക് ഞാൻ പോയി 10th ഓൺ എക്സാം വന്നപ്പോൾ. എൻ്റെ മാർക്ക് ഫിസിക്സിനൊക്കെ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റാണ് ഫിസിക്സിന് എനിക്ക് 9th ഓൺ എക്സാമിനും ക്രിസ്മസ് എക്സാമിനൊക്കെ ഒരു 15 അല്ലെങ്കിൽ 12 ആ ഒരു മാർക്ക് വന്നിട്ട്. ഫസ്റ്റ് എനിക്ക് 12 പിന്നെ എനിക്ക് 15 ആയിരുന്നു. ഫസ്റ്റ് എക്സാമിന് ഓൺ എക്സാമിന് 15, ക്രിസ്മസ് എക്സാമിനും 12 എന്തോ ആയിരുന്നു എനിക്ക് കിട്ടിയത്. ജസ്റ്റ് പാസിനൊക്കെയാണ് ഞാൻ 9th പോയത്. പക്ഷേ ഓൺ എക്സാം 10th ഓൺ എക്സാം വന്നപ്പോൾ എന്താ പറയുക, എല്ലാവരും ഭയങ്കര ഹാപ്പി. കാരണം എൻ്റെ ഫിസിക്സിൻ്റെ മാർക്ക് എന്ന് വെച്ചാൽ 32 ആണ്. 12 32 ഒക്കെ വരികയെന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഡിഫറൻസ് അല്ലേ അത്. പിന്നെ എനിക്ക് ഇതേപോലെ തന്നെ തീരെ ഇഷ്ടമുള്ള സബ്ജക്റ്റാണ് ഹിന്ദി. എനിക്ക് 20, 90 ആ ഒരു റേഞ്ചായിരുന്നു 9th എനിക്ക് കിട്ടിയത്. പക്ഷേ 10th എനിക്ക് വന്നപ്പോൾ എൻ്റെ മാർക്ക്, എനിക്ക് ഏറ്റവും ഹൈ ഓൺ എക്സാമിന് ഏറ്റവും ഹൈ നിന്ന മാർക്ക് ഹിന്ദിക്കാണ്. 37 മാർക്കായിരുന്നു. കെമിസ്ട്രിക്ക് എനിക്ക് 36 മാർക്കായിരുന്നു. എനിക്ക് എന്താ പറയുക, 9th എനിക്ക് തോന്നുന്നു 26 മുതൽ ഒരു മാർക്കും എൻ്റെ പോയിട്ടില്ല, ഒരു സബ്ജക്റ്റും എൻ്റെ പോയിട്ടില്ല. പക്ഷേ ഓൺ എക്സാം വന്നപ്പോൾ എനിക്ക് അത്യാവശ്യം തന്നെ 10th ഓൺ എക്സാം വന്നപ്പോൾ എനിക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. കാരണം സൈലത്തിൻ്റെ ആ ക്ലാസ് കറക്റ്റായിട്ട് ഇരുന്ന് കണ്ടുകൊണ്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആയിരുന്നു. അങ്ങനെയൊക്കെ പോയി 10th ഓൺ എക്സാം നല്ല മാർക്ക് ഉണ്ടായി. പിന്നെ ഓൺ എക്സാം കഴിഞ്ഞു. ഓൺ എക്സാം ആ ഒരു വെക്കേഷനൊക്കെ കഴിഞ്ഞ് ആ വെക്കേഷൻ പിന്നെ ഒരു മാസം എന്തോ ആണ് ക്രിസ്മസ് എക്സാമിനുള്ളൂ. പക്ഷേ ഓൺ എക്സാമിനെ പോലെ തന്നെ 1-2 ചാപ്റ്ററും കൂടി കൂടും. അത്രയ്ക്ക് നമ്പർ കുറച്ചും കൂടി കൂടുന്നുണ്ട് ക്രിസ്മസ് എക്സാമിന്. പിന്നെ അത് മാത്രമല്ല, ഓൺ എക്സാമിനുള്ളതും പഠിക്കണമല്ലോ. അപ്പോൾ ആ ഒരു മാസം പിന്നെന്താ, നമുക്ക് സ്കൂളിൽ ഈ ഇതൊക്കെ വരും, സ്പോർട്സ്, കലോത്സവം, പിന്നെ എന്തൊക്കെയാണ് അങ്ങനത്തെ ടൂറ്. ആ ടൈമൊക്കെയാണ് മിക്ക സ്കൂളിലും ഇതൊക്കെ വരാറ്. അപ്പോൾ എൻ്റെ സ്കൂളിൽ ഇങ്ങനെ വന്ന് ഞാൻ ആ ഒരു പഠിത്തത്തിലുള്ള ഒരു ഇത് ക്ലാസ് കറക്റ്റായിട്ട് കറക്റ്റ് ലൈവ് എന്നല്ല, എന്നാലും അവരിടുന്നതിന് ഒട്ടും വയ്ക്കാതെ തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ കണ്ടു. ക്ലാസ്സിലിരുന്ന് ആ നോട്ട്സൊക്കെ എഴുതി അങ്ങനെയായിരുന്നു ഞാൻ പോയത്. പക്ഷേ കറക്റ്റായിട്ടൊന്ന് പഠിക്കാൻ തുടങ്ങിയത് ക്രിസ്മസ് എക്സാമിൻ്റെ ഒരു 3-4 ആഴ്ച മുമ്പെന്തോ ആണ് ഞാൻ മര്യാദയ്ക്കിരുന്ന് പഠിക്കാൻ തുടങ്ങിയത്. ക്ലാസ് കാണും, എഴുതിയെടുക്കും, അത് മാത്രമേ എനിക്ക് ഉണ്ടായുള്ളൂ. അപ്പം എനിക്ക് എന്തോ ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളൂ. അപ്പോൾ എങ്ങനെ എല്ലാം കൂടി തീർക്കാൻ പറ്റും, ഞാൻ മാത്സ് വിടാം. കാരണം എനിക്ക് ഫേവറേറ്റ് സബ്ജക്റ്റ് മാത്സ് ആയിരുന്നു. അപ്പോൾ മാത്സ് വിടാം, ബാക്കിയൊക്കെ ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മാത്സ് അങ്ങനെ വിടുന്നല്ല, ക്ലാസ് കാണും, അതിൽ ചെയ്യിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് ചെയ്ത് അങ്ങനെ ക്ലാസ്സിലിരുന്ന് ചെയ്യുന്ന ആ ഒരു ഇത് ഞാൻ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ക്രിസ്മസ് എക്സാം വന്നപ്പോൾ എൻ്റെ മാർക്ക് ഓൺ എക്സാമിനെക്കാട്ടും കുറച്ച് കുറഞ്ഞ്, എങ്കിലും കുഴപ്പമില്ലാത്ത മാർക്കാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ എന്നെ വീട്ടുകാരും ടീച്ചേഴ്സ്മാരും ഞെട്ടിച്ചത് എന്താണെന്ന് വെച്ചാൽ ക്രിസ്മസ് എക്സാമിന് മാത്സിന് എനിക്ക് 80 കിട്ടി. അത് ഭയങ്കര എന്താ പറയുക, ഒരു പ്രൗഡ് മൂമെൻ്റ് ആയിരുന്നു എനിക്ക്. ആദ്യമായിട്ട് എനിക്ക് ഇത്ര മാർക്ക്, എന്താ പറയുക, പഠിപ്പിച്ചിട്ട് കിട്ടിക്കാനുള്ള ഒരു മാർക്കൊക്കെ എനിക്ക് കിട്ടിയത് ആദ്യമായിട്ടാണ്. ക്ലാസ്സിൽ അത്രയും മാർക്ക് ആർക്കും ഉണ്ടായില്ല, 80 എനിക്ക് കിട്ടി. പക്ഷെ ഞാൻ ക്രിസ്മസ് എക്സാമിന് ഞാൻ മാത്സ് അങ്ങനെ വിട്ടത്, ക്ലാസ്സിലിരുന്ന് ചെയ്യിപ്പിക്കുന്ന ആ ഒരു ഇത് ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ എനിക്ക് 80 മാത്സിന് കിട്ടി. കാരണം അത്രയ്ക്ക് എന്താ പറയുക, ക്ലാസ്സിൽ തന്നെ നമ്മൾ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്, അത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ ആ ഒരു ഇതിലാണ് എനിക്ക് 80 കിട്ടുക. അല്ലെങ്കിൽ ഞാൻ വേറെ പുറത്തൊന്നും പോയി എന്താ പറയുക അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്തിട്ടില്ല, വേറെ പ്ലാറ്റ്ഫോമിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല. അങ്ങനെ അതും കഴിഞ്ഞു. പിന്നെ എനിക്ക് എന്താ പറയുക, ഇത്ര മാർക്ക് കിട്ടിയാൽ പിന്നെ ഒരു മടുപ്പുണ്ടാവില്ല. പക്ഷേ ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ടാണ് നമ്മൾ കുറച്ച് എന്താ ഒരു 2-3 മാസമല്ലേ ഉള്ളൂ. അപ്പോഴാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട, കൂടുതൽ പഠിക്കേണ്ട. പക്ഷെ ഞാൻ ആ ടൈമൊന്നും മര്യാദയ്ക്കൊന്നും പഠിച്ചിട്ടില്ല. കാരണം എനിക്ക് ഇത്ര മാർക്കുണ്ടല്ലോ, എനിക്കെല്ലാം അറിയാം. അങ്ങനെ ഒരു ഓവർ കോൺഫിഡൻസ് ആണെന്ന് എനിക്ക്. അങ്ങനെ അതും കഴിഞ്ഞ് എന്താ പറയുക, പ്രീ മോഡലും എന്താ പറയുക
എന്താ ഓൺ എക്സാമിനും ക്രിസ്മസ് എക്സാമിനൊക്കെ കുറവ് മാർക്കായിരുന്നു എനിക്ക് കിട്ടിയത്. കാരണം ഞാൻ ക്ലാസ് കാണും, എന്നാൽ ക്ലാസ് കാണുന്നേ മാർക്ക് കിട്ടുന്നുണ്ട്. ഞാൻ മര്യാദയ്ക്ക് പഠിച്ചാലും എനിക്ക് കുറച്ചുകൂടി മാർക്ക് കിട്ടണം. പക്ഷേ ഞാനത് ചെയ്തിട്ടില്ല. ഞാനിങ്ങനെ ഇരുന്ന് കണ്ടു ക്ലാസ് കാണുന്നു, എഴുതിയെടുക്കുന്നു, ആൻഡ് എക്സാമിന് പോയി കാണും. തലേ ദിവസമൊക്കെ ഞാൻ 3-4 ക്ലാസ്സിൽ അടുപ്പിച്ചിരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ പോകാം. കാരണം ലാസ്റ്റൊക്കെ ആയപ്പോൾ ഞാൻ അങ്ങനെ ക്ലാസ്സൊക്കെ അങ്ങനെ കാണാറ് പോലുമില്ലായിരുന്നു. അങ്ങനെ SSLCൻ്റെ ഒക്കെ ആ ഒരു കുറച്ചാൾക്ക് മുമ്പ് ഞാൻ ക്ലാസ്സൊക്കെ കറക്റ്റ് കണ്ട് തീർത്തു. എല്ലാം കണ്ടു തീർത്തു. ഒറ്റരിപ്പിലൊക്കെ 3-4 ക്ലാസ്സൊക്കെ ഇരുന്ന് കാണും. അങ്ങനെയൊക്കെ ഞാൻ കണ്ടു തീർത്തു. കുറച്ചൊക്കെ പാടുപെട്ടു. കാരണം ഞാൻ അത്ര കുഴപ്പമായിട്ടുണ്ട് ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ട്. അങ്ങനെ വലുതായിട്ടൊന്നും പഠിച്ചിട്ടില്ല. അങ്ങനെ ക്ലാസ്സൊക്കെ കണ്ട് പിന്നെ ലാസ്റ്റ് എൻ്റെ ഗെയിം കണ്ടു. പിന്നെ യൂട്യൂബിലെ ക്ലാസ്സൊക്കെ ഇരുന്ന് കണ്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ SSLCന് പോയത്. ഈ 3 കാരണം ഞാൻ പറഞ്ഞു അസ്ത്രയിലെ ക്ലാസ്, അസ്ത്രയിൽ തന്നെ എൻ്റെ ഗെയിമിലെ ക്ലാസ്, യൂട്യൂബിലെ ക്ലാസ്, ഈ 3 ക്ലാസ്സൊക്കെ കണ്ട് ഞാൻ SSLCക്ക് പോയി. എനിക്ക് എങ്ങനെയൊക്കെ എന്താ പറയുക ഫുൾ A+ കിട്ടി. കാരണം എക്സാമിന് പേപ്പർ കിട്ടിയപ്പോൾ എനിക്ക് സിമ്പിളായിട്ട് തോന്നി. എന്നാൽ 1-2 ക്വസ്റ്റ്യൻസ് എനിക്ക് കുറച്ച് പാടായിട്ടുള്ള ഉണ്ടായിരുന്നു. എന്നാലും എന്തോ ഭാഗ്യം കൊണ്ട് കിട്ടി. ഫുൾ A+ തന്നെ കിട്ടി. എന്താ പറയുക എനിക്ക് ഫുൾ A+, എന്താ പറയുക ഒരു ആവറേജ് ആ ഒരു റേഞ്ചിൽ നിന്നത് എനിക്കിപ്പോൾ ഫുൾ A+ലേക്ക് നയിക്കാൻ പറ്റിയ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയെങ്കിൽ അതിന് ഫുൾ റീസൺ സൈലം തന്നെ. ഞാൻ കഴിഞ്ഞ റിയാക്ഷൻ വീഡിയോയിൽ ഞാൻ ലാസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, താങ്ക്സ് ടു ഗോഡ് ആൻഡ് സൈലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുൾ റീസൺ സൈലം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സൈലത്തിൽ കയറാൻ താല്പര്യമുണ്ട്. സൈലത്തിൽ ക്ലാസ്സൊക്കെ അടിപൊളി കേട്ടോ. ഞാൻ ശരിക്കും ഹാപ്പിയാണ് സൈലത്തിൽ ആ ഒരു ക്ലാസ്സിലും എല്ലാം. ശരിക്കും സാറ്റിസ്ഫൈഡ് തന്നെയാണ് ആ ക്ലാസ്സിലൊക്കെ. അപ്പോൾ അതൊക്കെ ക്ലാസ്സിൽ കയറാൻ അസ്ത്രയിൽ കയറാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കയറാൻ നോക്കുക. കാരണം ഇപ്പം May 20 ഇന്ന് 20 എന്തോ ആണ്, ഈ വീഡിയോ എടുക്കുന്നത് 20-ക്കാണ്. അപ്പോൾ എന്നാലും അതിന് മുമ്പേ ക്ലാസ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും ഉറപ്പാണ്. ഇപ്പോൾ കുറച്ച് ക്ലാസ് ഇപ്പോൾ തന്നെ പെൻഡിങ് ഉണ്ടാവും. പെട്ടെന്ന് ചേരാൻ നോക്കുക. ആഗ്രഹം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചേരാൻ നോക്കുക. അവരുടെ ആ ഒരു ഇതിൽ തന്നെ പോവുക. അവർക്ക് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ആ ഫീച്ചേഴ്സ് ഞാൻ അടുത്ത വീഡിയോയിൽ ലോങ് ആയിട്ട് തന്നെ ഇടാൻ നോക്കുക. അപ്പം ഇത് പിന്നെയും ലോങ് ആയിപ്പോൾ. അതാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ആക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. അപ്പോൾ ബൈ ബൈ.